പെരുന്നാളിനൊരു ഡെസേർട്ട് നിർബന്ധമാണല്ലോ. അപ്പോൾ ആ ഒരു ഡെസേർട്ട് ഇന്നത്തെ ഈ ഒരു ഡെസേർട്ട് ആയാലോ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബട്ടർ പുഡിംഗ് ആട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 20 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് 1 ലിറ്റർ പാലിലേക്കാണ് കേട്ടോ. 1/2 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി മതി. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ 1 ലിറ്റർ പാലാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ തന്നെ മതി. പിന്നെ അത് നന്നായിട്ട് ആ ഒരു പാലിൽ തന്നെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴൊന്നും നമ്മൾ തീയിൽ അടുപ്പത്ത് വെക്കുന്നില്ല. ഇപ്പോൾ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടിന്നോളം കണ്ടൻസ് മിൽക്കാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ബട്ടറാണ്. അത് 100 ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും ഈ ഒരു സമയത്ത് തന്നെ ചേർക്കാം കേട്ടോ. ചൈന ഗ്രാസ് സെപ്പറേറ്റ് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ എല്ലാം നല്ല മെൽറ്റായിട്ട് വരും. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പാകത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഇത്രയും അളവിൽ എടുക്കേണ്ട കേട്ടോ. ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 8 ഗ്രാം ആ രീതിയിൽ എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരം നോക്കിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കുക. ഞാനൊരു 6 ടേബിൾ സ്പൂൺ കൂടെ വീണ്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് എല്ലാം നല്ല ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് തന്നെ ചൈന ഗ്രാസും ബട്ടറൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാനിതിലേക്ക് 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അത് അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബ്രെഡാണ്. അപ്പോൾ ചെറിയ കുഞ്ഞു ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7-8 വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയിട്ടുണ്ട്. നമ്മൾ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ബ്രെഡ് ഇതുപോലെ പിച്ചിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതൊരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇതിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ബ്രെഡൊക്കെ ഒന്ന് സോക്കായി കിട്ടിയാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടുമല്ലോ. ബ്രെഡിന് പകരം നിങ്ങൾക്ക് ആറാറൂട്ട് ബിസ്ക്കറ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്, രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തന്നെയാണ്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ ഇതിൽ സോക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്ത ശേഷം നന്നായിട്ട് തണുക്കണം എന്നില്ല, അതൊന്ന് സെറ്റാവുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ചൈന ഗ്രാസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ സെറ്റാവും. അത്രയും വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അതിൻ്റെ പുകയൊക്കെ പോകുന്ന ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് നല്ല സ്മൂത്താക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അത് ഒരു ബാച്ചിൽ കൊള്ളൂല. നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒറ്റ ബാച്ചിൽ തന്നെ അത് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല സ്മൂത്താക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പകുതി ഇതിലേക്കും പകുതി ഞാൻ വേറൊരു മോൾഡിലേക്കും ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ബാക്കിയും അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം മുകളിൽ നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതുണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്രെഡ് ക്രംസാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊരു 3-4 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റിയും നല്ല വാഴിയിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ പെരുന്നാളിന് തന്നെ ആയിക്കോട്ടെ ട്രൈ ചെയ്യല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.